കോഴിക്കോട് പേരാമ്പ്രയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം ബസ്സിൽ സൂക്ഷിച്ച ദ്രാവകത്തിന്റെ രൂക്ഷഗന്ധം ശ്വസിച്ച വിദ്യാർത്ഥികൾക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ചെറുവണ്ണൂരിലെ മുയ്പത്ത് താമസിക്കുന്ന 3 കുട്ടികൾക്കാണ് തലകറക്കവും ഛർദിയും അനുഭവപ്പെട്ടത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷിലേക്കാണ്. രതീഷ്, എപ്പോഴാണ് കുട്ടികൾക്ക് ഇത്തരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടത്? നിലവിൽ അവരുടെ ആരോഗ്യനില ഏതു രീതിയിലാണ്? സ്വാതി, നിലവിൽ കുട്ടികളുടെ ആരോഗ്യനിലയ്ക്ക് മറ്റപ്പെടുത്തുന്ന അവസ്ഥയില്ല എന്നാണ് പേരാമ്പ്രയിലെ താലൂക്ക് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെ മുയ്പത്ത് ഉള്ള കുട്ടികൾ പേരാമ്പ്രയിലെ ഹൈസ്കൂളിന് സമീപമുള്ള ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുന്ന വഴിയാണ് ബസ്സിൽ അവർ ഇരുന്ന സീറ്റിനടിയിലുള്ള ഈ പെട്രോളിൻ്റെ ടാങ്ക് ഉണ്ടായിരുന്നു. ഈ പെട്രോളിൽ നിന്നുള്ള ആ ഗന്ധം ശ്വസിച്ചാണ് കുട്ടികൾക്ക് ഇത്തരത്തിലൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സ്കൂളിൽ നിന്ന് ട്യൂഷൻ സെൻ്ററിൽ എത്തുമ്പോഴേക്കും ബസ് ഇറങ്ങുമ്പോഴേക്കും കുട്ടികൾ വല്ലാത്ത രീതിയിൽ അവശ്യ സ്ഥിതിയിലായിരുന്നു. തുടർന്ന് കുട്ടികളെ നാട്ടുകാരും ബസ് ജീവനക്കാരും ഒക്കെയാണ് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും ഇപ്പോൾ കുട്ടികൾക്ക് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമില്ല. അവർക്ക് ആദ്യഘട്ടത്തിൽ തലകറക്കും ഛർദിയും ഉൾപ്പെടെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കുട്ടികളെ ആരോഗ്യനില കുഴപ്പമില്ല, അവർ ആരോഗ്യം സ്വസ്ഥമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്, താലൂക്ക് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ആദ്യമായിട്ടാണ് എന്നാണ് ബസ് അധികൃതർ ഉൾപ്പെടെ പറയുന്നത്. സാധാരണ ഇത്തരത്തിൽ ഇന്ധനങ്ങൾ സൂക്ഷിക്കാറുണ്ട് യാദൃശ്ചികമായി. എന്തായാലും ബസ്സിൽ ഇന്ധനം സൂക്ഷിച്ചതിനെതിരെയും ചില ആക്ഷേപങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സോറി.